പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം. കർത്താവ് അപ്പോൾ അങ്ങയ്ക്ക് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം, 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 മഹത്വം. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം കുറിച്ചുപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവിനെ ഒരുക്കി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായി. നമുക്ക് ദൈവത്തെ വീണ്ടും സ്തുതിക്കാം. പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇത് ക്രിസ്മസിൻ്റെ ദിനങ്ങളും ഒക്കെയാണല്ലോ ഇപ്പോൾ നാം കണ്ടുവരുന്നത്. ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്മസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലം കൂടെയാണിത്. എന്നാൽ എൻ്റെ പ്രിയരെ, പലരും വീടുകൾ വെള്ളയടിച്ചും വൃത്തിയാക്കിയും പുതു ഡ്രസ്സുകൾ ധരിച്ചും വാങ്ങിച്ചും ഗിഫ്റ്റ് ബോക്സുകൾ കൈമാറിയും ഒക്കെ ക്രിസ്തുവിൻ്റെ പിറപ്പിനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രാരംഭമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഒരിക്കലായിട്ട് കർത്താവ് ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് രാജാതി രാജാവായി വരാൻ പോകുന്നു. എൻ്റെ പ്രിയരെ, ഒരു കുട്ടി യേശുവായിട്ട്, അല്ലെങ്കിൽ ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ കർത്താവിനെ അങ്ങനെ കാണുവാൻ നമുക്ക് മനസ്സില്ല. രാജാവ് വരാൻ പോകുന്നു. എൻ്റെ പ്രിയരെ, രാജാവിൻ്റെ മണവാട്ടിയായി നിങ്ങളും ഞാനും ഒക്കെ ഒരുങ്ങേണ്ടുന്ന സമയമാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ക്രിസ്തു എല്ലായ്പ്പോഴും ഏത് നിമിഷവും ഓരോ വ്യക്തി ജീവിതങ്ങളിലും ജനിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാമേൻ പറയാമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ക്രിസ്തു ജനിക്കാതെ പോയാൽ ഒരു ഹൃദയം, അതേ പ്രിയരെ, ഹല്ലേലൂയ, ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ അറിയാതെ പോകും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പിറപ്പെന്ന് പറയുന്നത് ഏത് നിമിഷവും അത് ഹല്ലേലൂയ എല്ലാ ഹൃദയങ്ങളിലും ക്രിസ്തു ജനിക്കുക തന്നെ വേണം, ജനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് അല്പനിമിഷം ഞാൻ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാനൊരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി വചന ധ്യാനത്തിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്ന പ്രിയ സാജുബ്രതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவருடைய இயேசு கிறிஸ்துவின் இனிய நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். எத்தனை பேர் ஆயத்தமாக இருக்கிறீர்கள்? ஹல்லேலூயா. அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக பிரியமானவர்களே. ஆனபடியினால் அவருடைய காலச்சத்தம் கேட்கும் என்பதை அறிந்து கொண்டு இந்நாள்களாக கர்த்தருடைய வருகைக்காக நாம் ஆயத்தமாயிருப்போம். உற்சாகத்தோடு நாம் காணப்படுவோம். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. பிரைஸ் தி லார்ட். நமக்கு யாவருக்கும் தெரிந்த ஒரு மலையாள பாடல் ஒன்று நான் பாட இருக்கிறேன். என்னோடு சேர்ந்து தேவனை பாடி மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸ் தி லார்ட். ஹல்லேலூயா. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹ സ്നേഹമേ, പൊന്നു ചീടും സ്നേഹമേ, കണ്ണിൽ തുണീർത്തൂട് ചീടും സ്നേഹമേ, പൊന്നു മാർവോടണ് ചീടും സ്നേഹമേ, എന്റെ കണ്ണീർത്തൂട് ചീടും സ്നേഹമേ, കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത
സ്നേഹമേ എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ പ്രേമ പരിമള കുന്നിലേ എൻ്റെ പ്രിയനുമായുള്ള വാസമേ പ്രേമ പരിമള കുന്നിലേ എൻ്റെ പ്രിയനുമായുള്ള വാസമേ ഞാൻ ഓർത്തിടും തോറുമൻ മാനസം തുള്ളിയിടുന്നേ അതിബോധമാ ഞാൻ ഓർത്തിടും തോറുമൻ മാനസം തുള്ളിയിടുന്നേ അതിബോധമാ നാട്ടുക വീട്ടുക കൂട്ടമാ എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോ നാട്ടുക വീട്ടുക കൂട്ടമാ എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോ ഞാൻ ഓർത്തിടുമേ എൻ്റെ പ്രിയനേ പുഞ്ചിരി തൂകുമാ പൊന്മുഖം ഞാൻ ഓർത്തിടുമേ എൻ്റെ പ്രിയനേ പുഞ്ചിരി തൂകുമാ പൊന്മുഖം പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിനാഴത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രിയനെ ഒരു ശക്തിക്കും നമ്മളെ പിന്നോട്ട് അല്ലെങ്കിൽ പിന്നിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ചേർന്ന പാഠം അന്ന് ലാസ്റ്റ് ചരണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറി പോകാതിരിക്കുവാൻ, ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറി പോകാതിരിക്കുവാൻ, സ്നേഹത്തിൻ ചങ്ങല ആണെന്നെ മാർവോടാണ് ചേർത്ത് രക്ഷകൻ, സ്നേഹത്തിൻ ചങ്ങല ആണെന്നെ മാർവോടാണ് ചേർത്ത് രക്ഷകൻ, കാൽവരി ക്രൂശിലെ സ്നേഹമേ എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ പൊന്നു മാർവോടണച്ചിടും സ്നേഹമേ കണ്ണീർ തുടച്ചിടും സ്നേഹമേ പൊന്നു മാർവോടണച്ചിടും സ്നേഹമേ പൊന്നു മാർവോടണച്ചിടും സ്നേഹമേ പൊന്നു മാർവോടണച്ചിടും സ്നേഹമേ എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ ഈ വൈകിയ വേളയിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്ന കർത്താവ്, വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും. വചനത്തിന് മുൻപിൽ ആരെങ്കിലും നിരാശരായി, ദുഃഖിതരായി, വേദനയോടെ, ഭാരത്തോടുകൂടെ ആയിരിക്കുന്നു എങ്കിൽ കർത്താവ് ഇന്നത്തെ വചനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു ആശ്വാസവും വിടുതലുമായി മാറണം, ഒരത്ഭുതമായി മാറണം. കർത്താവിന്റെ കൃപ കൊണ്ട് നിറച്ചാട്ടെ.
കർത്താവേ, ഹല്ലേലൂയ, 2024 ആണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ജനുവരി മാസം മുതൽ ഇതുവരെയും കർത്താവ് ഞങ്ങളെ കൺമണി പോലെ പാത്തുകാത്ത് ഞങ്ങളെ വഴി നടത്തി ഞങ്ങളെ അനുഗ്രഹിച്ചു മാനിച്ച വിധങ്ങളോർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. കർത്താവ്, ഞങ്ങളെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തും. കൃപയ്ക്കുള്ളിൽ അപ്പച്ച പൊതിയണം. രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ടാട്ടെ. അനുഗ്രഹിച്ചാട്ടെ. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഒരല്പ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം തന്നെ കണ്ണുനീരിന് മറുപടി ഉണ്ട് എന്നതാണ്. പ്രിയ ദൈവ പൈതലേ, ഇതിന് ശേഷമായിട്ട് ഈ മെസ്സേജ് കഴിഞ്ഞാലുടൻ ഞങ്ങൾക്ക് ക്രോസ് ഫാമിലി FB പേജിന്റെ 2nd ആനുവൽ ഡേ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ മെസ്സേജിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയ ടൈം എടുത്തുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കില്ല എന്നത് ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ ആരംഭം മുതൽ അവസാനം വരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. കർത്താവ് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രിയ ദൈവ പൈതലെ, പലരും തനിച്ചിരുന്ന് കരയുന്നവരാണ്. ജീവിതത്തിൽ പലരും തനിച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ കടന്നു പോട്ടെ. പ്രിയരെ, 2024 ആണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ജനുവരി മാസം മുതൽ ഇതുവരെയും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നമ്മളെ സഹായിച്ച വിധങ്ങൾ അത് വളരെ വലുതായിട്ട് നമുക്ക് തോന്നും. കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. പ്രിയ ദൈവ പൈതലെ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. എല്ലാത്തിനും കർത്താവ് മതിയായവനായിരുന്നു. കർത്താവിന്റെ ആ വലിയ കൃപയും സാന്നിധ്യത്തിന്റെ മറവിൽ നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. അത്യുന്നതന്റെ മറവിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചു. മരണം നമ്മളെ മുറിച്ചു കളയാമായിരുന്നു. രോഗം നമ്മളെ താളടിയാക്കാമായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, പല സന്ദർഭങ്ങളിൽ നിന്ദിക്കപ്പെട്ട് അപമാനപ്പെട്ട് നിന്നതായ പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. മാത്രമല്ല, ഫൈനാൻഷ്യലി നമ്മൾ ഞെരുക്കത്തിന്റെ മധ്യത്തിലൂടെ കടന്നുപോയി. ഏതെങ്കിലും ഒരു വിധത്തിൽ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? നാം പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി അധികമായി ദൈവം നമ്മളെ ഹല്ലേലൂയ ഭദ്രമായി സൂക്ഷിച്ചു, നമ്മളെ പരിപാലിച്ചു, നമ്മളെ അനുഗ്രഹിച്ചു, മാനിച്ചു, വിടുവിച്ചു. ഹല്ലേലൂയ. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവ പൈതലെ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് തുടങ്ങുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്നിട്ടുണ്ട്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആ പ്രയാസ പ്രതികൂല മേഖലകൾ മാറും, നിങ്ങളുടെ കഷ്ടങ്ങൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറും. എന്റെ പ്രിയരെ, കണ്ണുനീരിന് വിലയുണ്ട്. നമ്മുടെ കണ്ണുനീരൊക്കെ പലപ്പോഴും നാം കരയുന്നത്, നാം നിലവിളിക്കുന്നത് ആരും അറിയുന്നില്ല എന്ന് നാം ചിന്തിച്ചു എന്ന് വരാം. പക്ഷേ നമ്മുടെ കണ്ണുനീരിനെ എല്ലാം കർത്താവ് തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനാ, തക്ക സമയത്ത് ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ദൈവം അത് ചേർത്ത് വെക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വൈകിയ വേളയിൽ വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്ന കുഞ്ഞെ, കർത്താവിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ ചിലത് ഓർമ്മിപ്പിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ഈ എന്തിനാ കരയുന്നത്? കർത്താവ് ഇന്ന് ഹല്ലേലൂയ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ഞാൻ പറഞ്ഞുവല്ലോ, ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരാ, തനിച്ചിരുന്ന് കരയുന്നവരാ. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ ഹൃദയം എവിടെയോ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴം വേദനയിൽ തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാ. പക്ഷേ ആരോടും പറയുകയില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ ആഴം, നിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് എല്ലാം കർത്താവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കുന്ന ഒരു ദിനം. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, കുടുംബങ്ങളിൽ, സഭകളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, ഹല്ലേലൂയ, പല ഇടങ്ങളിൽ എന്റെ കുഞ്ഞെ തനിച്ചുള്ള കരച്ചിലിന്റെ ശബ്ദം കേൾക്കാം. അല്ലെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലരും ചിരിക്കുമ്പോ
ആ കൂട്ടത്തിൽ ഒരാളിരുന്ന് തനിച്ചിരുന്ന് കരയുന്നത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒറ്റയ്ക്ക് കരയുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നു എങ്കിൽ, തനിച്ചിരുന്ന് കരയുന്ന നിലവിളിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നു എങ്കിൽ, രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുവാൻ കിടന്നാൽ ഉറക്കമില്ലാതെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നു എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചു, ഗുരോ, എന്റെ മകനെ കടാക്ഷിക്കണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ച്, ഗുരോ, എന്റെ മകനെ കടാക്ഷിക്കണമേ എന്ന്. ഹല്ലേലൂയ. പ്രിയരെ, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കൂട്ടത്തിൽ ഒരുവൻ അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പ്രിയ ദൈവ പൈതലേ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു വ്യക്തിയാണോ? നീ തനിച്ചിരുന്ന് കരയുന്ന ഒരു വ്യക്തിയാണോ? ഭാരപ്പെടേണ്ട, യേശു നിന്നെ കാണുന്നു. അധൈര്യപ്പെടേണ്ട, യേശു നിന്നെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ വേദന അറിയുന്നവൻ, നിന്റെ ഹൃദയം അറിയുന്ന ഒരു ആൾ എന്റെ കർത്താവ് മാത്രമല്ല. ലോകത്തിൽ പറയുവാൻ പറ്റിയ ഒരിടം, ഹല്ലേലൂയ. നിന്റെ വിഷമങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ഏത് വിഷയമായിരുന്നാലും തുറന്നു പറയുവാൻ പറ്റുന്നത് ഹല്ലേലൂയ കർത്താവിനോട് മാത്രമാണ്. സ്വന്തം ഭാര്യയോട് പോലും പറയാൻ പറ്റത്തില്ല, ഭർത്താവിനോട് പോലും പറയാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളോട് പോലും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് പറയുവാൻ, വിശ്വസിക്കാവുന്നത് യേശുവിനെ മാത്രമോ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രിയ ദൈവമക്കൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജോസഫ് ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. ഹല്ലേലൂയ. രൂബേനും ശിമയോനും ബാക്കി ഉള്ളവർക്കെല്ലാം അവരുടെ സന്തോഷങ്ങൾ, തൊഴിലുകൾ എല്ലാം അത് നിവൃത്തിയായി പോകുമ്പോൾ ജോസഫ് മാത്രം ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, എന്താണ് ജോസഫിന്റെ ജീവിതത്തിൽ? താൻ അടിമയായി വിൽക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ജോസഫിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ജോസഫിനെ അടിമയായി വിൽക്കപ്പെട്ടത് ഹല്ലേലൂയ അന്യ വീട്ടിൽ താൻ ദാസനായി തീരുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മാത്രമാണോ താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു? ഗ്ലോറി, ഹല്ലേലൂയ. എന്താണ് ജോസഫേ നീ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അതിന് ജോസഫിന് പറയുവാനുണ്ടാകും, അവന്റെ മേൽ ദൈവത്തിന്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദർശനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ജോസഫിന് മാത്രം ഒരു ദൈവിക പദ്ധതി അതേ പ്രിയരെ വെളിപ്പെട്ടു വന്നു എന്ന് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലേ, ജോസഫ് കഷ്ടം അനുഭവിച്ചതെല്ലാം ഒറ്റയ്ക്കിരുന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ നിലവിളിച്ചതെല്ലാം ഒറ്റയ്ക്കിരുന്നു കൊണ്ടായിരുന്നു. അവന്റെ നിയോഗത്തിലേക്കുള്ള ഒരു യാത്ര, ഹല്ലേലൂയ, അവന്റെ നിയോഗത്തിലേക്കുള്ള ഒരു യാത്ര ആയിരുന്നു അത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, നമുക്കറിയാം, യിരെമ്യാവ് രാജാക്കന്മാരുടെ കാലത്ത് അനേക പ്രവാചകന്മാർ രാജാവിന്റെ മഹത്വം ആസ്വദിക്കുമ്പോൾ യിരെമ്യാവ് ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. ഹല്ലേലൂയ. കാവൽപ്പുര മുറ്റത്ത് കുണ്ടറയ്ക്കകത്ത് താൻ വീഴ്ത്തപ്പെടുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, എന്താ യിരെമ്യാവേ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് എന്ന് ചോദിച്ചാൽ, യിരെമ്യാവ് പറയും, അത് എന്റെ ശുശ്രൂഷ മുഖാന്തരമാണ് എന്ന് യിരെമ്യാവിന് പറയുവാനായിട്ട് കഴിയും. എന്റെ വെളിപ്പാട് മുഖാന്തരമാണ് എന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ തനിച്ചിരുന്ന് കരയുന്നത്, നീ ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുന്നതിന്റെ പേരിൽ ഹല്ലേലൂയ എന്താണ് അത്? എന്തുകൊണ്ടാണ് നീ കരയുന്നതെന്ന് ചോദിച്ചാൽ നിനക്ക് പറയുവാൻ കഴിയുമോ? എന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞാനിത് പറയുമ്പോൾ എന്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലും മറ്റുമൊക്കെ പരസ്യ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു പോകും. കാരണം ഞാൻ ഇങ്ങനെ ഇരുന്ന ഈ റോഡിലിരുന്ന് ഞാൻ കാണും, ഞങ്ങൾ പാർക്കുന്ന ഇടത്ത് ഈ പരസ്യ ശുശ്രൂഷ ഒന്നുമില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ, എത്രയോ ദൈവ
ദൈവദാസന്മാർ, എത്രയോ ദൈവദാസിമാർ മയക്കൊക്കെ പിടിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പല എതിർപ്പുകളും പ്രതികൂലങ്ങളും ഉണ്ടാകുന്നത്. എത്രമാത്രം കണ്ണുനീരോടുകൂടി ആയിരിക്കും അവരവിടുന്ന് കടന്നു പോകുന്നത്. ദൈവ പൈതലെ, ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, എന്റെ ശുശ്രൂഷ മുഖാന്തരമാണ് ഞാൻ നിലവിളിക്കുന്നതെന്ന് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിലവിളിച്ചിരുന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, ഏലിയാവ് കെരീത്തോട്ടിൽ താൻ ഒറ്റയ്ക്കായിരുന്നു. സാരഫത്തിൽ താൻ ഒറ്റയ്ക്കായിരുന്നു. ചൂരച്ചെടിയുടെ കീഴിൽ താൻ ഒറ്റയ്ക്കായിരുന്നു. ഓരോബിൽ ഒറ്റയ്ക്കിരുന്ന ഹല്ലേലൂയ, ഓരോബിൽ താൻ ഒറ്റയ്ക്കായിരുന്നു. കർമ്മേലിൽ താൻ ഒറ്റയ്ക്കായിരുന്നു. കൂട്ടത്തിൽ ഏലിയാവ് ഒറ്റയ്ക്ക് ഹല്ലേലൂയ പ്രിയരെ നിലവിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബാലിന്റെ 400 പ്രവാചകന്മാർ, ഇസ്രായേലിൽ സഹസ്രങ്ങൾ എല്ലാം കൂടി നിൽക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഏലിയാവ് ഒറ്റയ്ക്ക് നിലവിളിക്കുകയാണ്. എന്നാ ഏലിയാവേ ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏലിയാവ് പറയും, എന്റെ ശുശ്രൂഷയുടെ വിലയാണിത്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷയുടെ വിലയാണ് ഇത് എന്ന് ഏലിയാവിന് പറയുവാനായിട്ട് കഴിയും. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നീ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണോ? നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കണ്ണുനീരിന്റെ മധ്യത്തിലൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ തന്നെ ഒന്ന് ഹല്ലേലൂയ സമർപ്പിച്ചു കൊടുക്കുക, പരിശോധന കഴിച്ചു കൊടുക്കുക. കർത്താവേ ഹല്ലേലൂയ ഞാൻ ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുക. എന്തിനാ? കർത്താവിന്റെ ദർശനം കാണാനാ. അങ്ങനോട് സംസാരിക്കാൻ വേണ്ടിയാ. ഒറ്റയ്ക്കിരുന്ന് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് പറയുവാനുള്ളത്, അതേ പ്രിയരെ, ദൈവം അവിടെ നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം ജോസഫിനെ, ഹല്ലേലൂയ, ജോസഫിനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിക്കുന്നവർ അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏലിയാവിനെ പോലെ കൂട്ടത്തിൽ നിന്ന് നിലവിളിക്കുന്നവരാണോ നാം ഓരോരുത്തരും? എന്തുകൊണ്ടാണ് നീ കരയുന്നത് എന്ന് ഇന്ന് പകൽക്കാലം ഈ വൈകിയ വേളയിൽ നമ്മെ തന്നെ ഒന്ന് ശോധന കഴിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ നാം ചിന്തിച്ചു കൊള്ളണം. ദൈവ പൈതലെ, നിന്നിൽ വ്യാപരിക്കുന്ന ആ ദൈവ കൃപയ്ക്ക്, നിന്റെ മേലുള്ള ആ അഭിഷേകത്തിന്, ഹല്ലേലൂയ, ആ ദൈവിക ശുശ്രൂഷയ്ക്ക്, ആ ദൈവിക നിയോഗങ്ങൾക്ക് നീ കൊടുക്കുന്ന വിലയാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവ പൈതലെ, കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ തനിച്ചിരിക്കുന്നത് ഹല്ലേലൂയ അത് നിന്റെ അവകാശമാണ്. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ ഹല്ലേലൂയ വിശേഷിപ്പിക്കുന്നത് പ്രിയരെ തനിച്ചിരിക്കുന്നതായ നിന്റെ അവകാശം എന്നാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ആരാണ് കൂട്ടത്തിനിടയിൽ നിന്ന് കരയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ, കർമ്മേലിന്റെ മധ്യ കാട്ടിൽ തനിച്ചിരിക്കുന്ന നിന്റെ അവകാശം ആയിരിക്കുന്ന നിന്റെ ആട്ടിൻകൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആട്ടിൻകൂട്ടം എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ നീ കർമ്മേലിൽ, ഹല്ലേലൂയ, കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ നീ തനിച്ചിരിക്കുന്നവനായിരിക്കാം. ഹല്ലേലൂയ പ്രിയരെ, നീ ദൈവത്തിന്റെ അവകാശമാണ്. ഇരിക്കുന്ന ഇടത്ത് ദൈവജനം ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ എന്റെ കർത്താവിന്റെ അവകാശമാണ്. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, ഞാൻ എന്റെ ദൈവത്തിന്റെ അവകാശമാണ്? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, നാം ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ശത്രുവിനെ നോക്കി വിളിച്ചു പറ, ഞാൻ എന്റെ ദൈവത്തിന്റെ അവകാശമാണ്. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിശാചേ, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ എന്റെ കർത്താവിന്റെ അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ്. പ്രിയരെ, നീ ദൈവത്തിന്റെ അവകാശമാണ്. ഈ കാട് എവിടെ നിന്ന് എന്ന് നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കാട് സ്ഥാപിച്ചിരിക്കുന്നത് കർമ്മേലിന്റെ മധ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കർമ്മേലിന്റെ മധ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. വെറും കർമ്മേലല്ല. കർമ്മേൽ എന്ന് പറഞ്ഞാൽ ആ കർമ്മേലിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടാകുന്ന കർമ്മേൽ അല്ല, വെറും കർമ്മേലല്ല. പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ മറുപടി ഉണ്ടാകുന്ന കർമ്മേൽ. ബാലിന്റെ പ്രവാചകന്മാർ നാണം കെടുന്ന കർമ്മേൽ. ഹല്ലേലൂയ. ആഹാബിന്റെ തല താഴ്ത്തുന്ന കർമ്മേൽ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം ജീവിക്കുന്നവൻ എന്ന് വെളിപ്പെടുത്തുന്ന കർമ്മേൽ. ഹല്ലേലൂയ. വെറും കർമ്മേലല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള കർമ്മേൽ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പ്രിയ ദൈവ പൈതലെ, നിനക്ക് ചുറ്റും ഉള്ളത് ഒരു കൊടുക്കാടാണ്. ആമേൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, വന്യമൃഗങ്ങളുടെ ഗർജനം നമുക്കവിടെ കേൾക്കുവാൻ കഴിയും. പ്രിയരെ, അധൈര്യപ്പെട്ട് പോകരുത്, അധൈര്യപ്പെട്ട് പോകരുത്. നീ നിൽക്കുന്നത് കർമ്മേലില. ഇന്നേക്ക് പലർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ എന്റെ പ്രിയരെ നിലവിളിക്കുന്നവരെ കാണുവാൻ കഴിയും. സഹോദരിമാരാണെങ്കിൽ ഉടൻ തന്നെ അമ്മ വീട്ടിലേക്ക് ഫോണടിച്ച് വിട്ട് അവരുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തും. സഹോദരന്മാരാണെങ്കിൽ ഫൈനാൻഷ്യലി കഷ്ടമാണ്, ഒരു ഫൈനാൻഷ്യലെ തേടി പോകും. ഇന്നത്തെ ലോകം അങ്ങനെയാ. എന്നാൽ എന്റെ പ്രിയരെ, നാം എവിടെയാ നിൽക്കുന്നത്? നാം ആരുടെ കൂടെയാ നിൽക്കുന്നത്? നമ്മോടൊപ്പമുള്ള ദൈവിക സാന്നിധ്യം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയരെ, നാം അധൈര്യപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. നാം നിൽക്കുന്നത് കർമ്മേലില. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, അവൻ ബാശാനിലും ഗിലെയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ. പ്രിയ ദൈവജനമേ, ക്രിസ്തീയ ജീവിതത്തിൽ നീ കൊടുങ്കാട്ടിലായി പോയേക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ കൊടുങ്കാടിനപ്പുറം ഹല്ലേലൂയ ഗിലെയാദിൽ എനിക്കൊരു മേച്ചൽ പറപ്പുറമുണ്ട് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാശാനിൽ എനിക്കൊരു മേച്ചൽ പുറം ഉണ്ട് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രിയ ദൈവ പൈതലെ, നമുക്കറിയാം, 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു ചരിത്രമുണ്ട്. ഫെലിസ്ത്യർ ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ അടുക്കൽ നിന്നും മടങ്ങി വരുന്ന ദാവീദ്, നമുക്കവിടെ ദാവീദിനെ കാണുവാൻ കഴിയുന്നു. ദാവീദ് ഹല്ലേലൂയ ദൈവമക്കളെ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, തീ വെച്ച് ചുടപ്പെട്ട സിക്ലാഗിൽ ഇരുന്ന് കരയുകയാണ്. ദാവീദ് സിക്ലാഗിൽ ഇരുന്ന് കരയുകയാണ്. എന്തിനായിരിക്കും? എന്നാൽ അവിടെ പറയുന്നത്, ശേഷമായി ദാവീദ് ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. ആദ്യം പറയുന്നു ദാവീദ് സിക്ലാഗിലിരുന്ന് നിലവിളിക്കുന്നു. എന്നാൽ അതിന് പിന്നാടി വരുന്ന ഭാഗത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ ദൈവമക്കളെ, ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി ദാവീദ് ചെവി കൊടുത്തു എന്നാണ് പറയുന്നത്. ദാവീദിന് നഷ്ടമായതിനെ മടക്കി പിടിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഒരു അമാലേക്കിന്റെ ഭൃത്യനെ ആമേൻ ഹല്ലേലൂയ ദാവീദിന്റെ അരികിൽ കൊണ്ടുവന്നു. എന്നിട്ടോ അവൻ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. സത്യത്തിൽ ഇവൻ അമാലേക്യൻ സൈന്യത്തിൽ ഇരുന്നവനാണ്. എന്നാൽ ഇപ്പോൾ ദാവീദ് ചോദിച്ചു, നീ എന്താ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? ഹല്ലേലൂയ. എന്നാൽ ആ വ്യക്തിയുടെ മറുപടി നമുക്ക് ശ്രദ്ധേയമാണ്. പ്രിയ ദൈവങ്ങളെ, ഞാനൊരു മിസ്രൈമ്യ ബാല്യക്കാരനാണ്. അമാലേക്കിന്റെ ഭൃത്യൻ 3 ദിവസം മുൻപ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പലരും എന്നെ വിട്ടുപോയി. എന്നാൽ എനിക്കൊരു ദീനം പിടിച്ചത് കാരണം, എന്തുകൊണ്ടാ? എനിക്കൊരു ദീനം, ഒരു അസുഖം ഉണ്ടായത് കാരണമായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്നെ വിട്ടിട്ട് പോയി. ഹല്ലേലൂയ. എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിക്ക്, ആ ബാല്യക്കാരന് ഒരു രോഗമുണ്ടായതിന് നിമിത്തമായി അവന്റെ രാജാവ് അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു. അവനോടൊപ്പം ഉണ്ടായിരുന്ന അവന്റെ സഹോദരന്മാർ അല്ലെങ്കിൽ കൂട്ടുകാർ, സ്നേഹിതർ അവനെ വിട്ടേച്ച് പോയി. എന്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ ഒറ്റയ്ക്കിരുന്ന കരഞ്ഞതിന്റെ കാരണം അവനെ പിടിച്ച രോഗമാണ്, അവനിലുണ്ടായ രോഗമാണ്. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിലെ ചില രോഗങ്ങൾ അവൻ നിങ്ങളെ ഒറ്റയ്ക്ക് നിർത്തി കരയിപ്പിക്കുന്നതാണ്. ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയരെ, ചില കുഞ്ഞുങ്ങൾക്ക് ചില രോഗങ്ങൾ വരുമ്പോൾ മാതാപിതാക്കൾക്ക് അത് വെളിയെ പറയുവാൻ പോലും കഴിയാതെ അവർ നിലവിളിക്കുന്നത്, ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണുവാൻ കഴിയും. ചില കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ചിലർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവരെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ എവിടെയെങ്കിലും ഒതുക്കി തള്ളുന്നത് കാണുവാൻ കഴിയും. കാരണം അവരുടെ രോഗം പുറത്ത് പറയുവാൻ കഴിയാതെ കൂടെ നിൽക്കുന്നവരുടെ കരച്ചിലിന്റെ ശബ്ദം അത് എത്ര സങ്കടകരമാണ്. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ചില ബലഹീനതകൾ ഹല്ലേലൂയ നിന്നെ ഒറ്റയ്ക്ക് നിർത്തി കരയിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ക്ലേശങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ ഹല്ലേലൂയ നിങ്ങളെ ഒറ്റയ്ക്ക് നിർത്തി കരയിപ്പിച്ച് കളയും കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ചില കടബാധ്യതകൾ നിങ്ങളെ ഒറ്റയ്ക്ക് നിർത്തി കരയിപ്പിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രിയരെ, ചില അപമാനങ്ങൾ, ചില നിന്ദകൾ നിന്നെ ഒറ്റയ്ക്ക് നിർത്തി കരയിപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. ചിലർ ചോദിക്കും, നിനക്ക് മാത്രം എന്താ കല്യാണം നടക്കാത്തത്?
ചിലരുടെ ചോദ്യങ്ങളാണ്, നിനക്ക് മാത്രം എന്താ കല്യാണം നടക്കാത്തത്? നിനക്ക് മാത്രം ഒരു ജോലി കിട്ടാത്തത് എന്താ? ചിലർ ചോദിക്കുന്നതാ, എന്താ നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാക്കാത്തത്? നിനക്ക് മാത്രം ഒരു അനുഗ്രഹം ഇല്ലല്ലോ. നിന്റെ കൂടെ ഉള്ളവരൊക്കെ ഉയർന്ന് അവരെങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു പോകുമ്പോൾ നിനക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്ന് ചിലർ ചോദിക്കും. എന്താ ഒറ്റയ്ക്ക് കരയുന്നത്? പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ദീനം പിടിച്ചു. ആമേൻ. എന്റെ കുട്ടിക്കാലത്തിലെ പിടിച്ച രോഗമാണ്. അബാലേക്കാരൻ പറയുന്നു, എനിക്കൊരു രോഗം പിടിച്ചത് നിമിത്തമാണ് എന്റെ രാജാവ് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, എന്റെ സ്നേഹിതരെന്നെ വിട്ടേച്ച് പോയി. ഒരു പക്ഷേ അത് മാനസിക രോഗമായിരിക്കാം, ശാരീരിക രോഗമായിരിക്കാം. ദീനം പിടിച്ചത് കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരനെ, സഹോദരിയെ, ഇവിടെ പറയുന്നു, എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി. എനിക്കൊരു രോഗം വന്നത് നിമിത്തമായി എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. പക്ഷേ അവൻ ഒരുത്തൻ മാത്രം ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ ദാവീദ് അവനെ ചേർത്ത് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ദൈവമക്കളെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ വെള്ളിപ്പരിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വെള്ളിപ്പരിസിന്റെ മലയാളം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, അറിയത്തില്ല. പക്ഷേ വെള്ളിപ്പരിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഏഴകൾക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് ആ വെള്ളപ്പരിസ് എന്ന് പറയുമ്പോൾ അത് വെള്ള ബോക്സ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളയായിട്ടാണ്, വെള്ള ബോക്സ്, ഗിഫ്റ്റ് വന്ന് വെള്ളയായിരിക്കണം ആ ബോക്സ്, മറ്റു കളറൊന്നും അല്ല. എന്നാൽ അതെല്ലാവരും കൂടെ 10,000 പേരോളം വരുന്ന ചർച്ചാണ്. അതിൽ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ കൊണ്ട് ഇങ്ങനെ ലൈനായിട്ട് വെക്കും. അത് പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയുമ്പോൾ തന്നെ അതിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് പലരും ഇത് 2024 ഞാൻ അതിന്റെ അവസാന നിമിഷത്തിലാണ് നിങ്ങളും ഞാനും ഒക്കെ വന്നെത്തിയിരിക്കുന്നത്. നമുക്ക് നല്ല ആഹാരം ദൈവം തന്നു, നല്ല വസ്ത്രം തന്നു, നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ കർത്താവ് നിറവേറ്റി തന്നു. അതിനോടൊപ്പം തന്നെ നാം ചിന്തിക്കേണ്ടത് നമ്മെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചവർ പലരും വേദനയോടെ, കഷ്ടത്തോടെ, ദുഃഖത്തോടെ, പട്ടിണിയോടൊക്കെ കഴിയുന്നവർ ധാരാളം പേരുണ്ട്. അവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവമക്കളെ അതിനൊരു പൂർണ്ണത എത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വെള്ളപ്പരിസ് കൊണ്ടുവന്ന് ഞങ്ങൾ അത് പല പാവങ്ങൾക്ക്, ഏഴകൾക്ക് ചർച്ചിൽ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന കാര്യം, ആ വ്യക്തി പറയുക, എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബഹുഭൂരിപക്ഷാലും അവനെ തിക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അതിൽ തനിച്ചിരുന്ന് കരയുന്ന, ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരുവനെ കാണുവാൻ കഴിഞ്ഞു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം ഒറ്റപ്പെടുന്നത് ദുഃഖം വരുമ്പോഴാണ്, അല്ലെ? ദുഃഖം വരുമ്പോഴാണ് നാം ഒറ്റപ്പെടുന്നത്. നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഞാൻ വരട്ടെ. ഹല്ലേലൂയ ദൈവമക്കളെ. ലൂക്കോസിന്റെ സുവിശേഷം 9:37 നാം കണ്ടു, പിറ്റേന്നാൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഹല്ലേലൂയ, ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമേ, ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമേ. ഇവിടെ കൂട്ടത്തിൽ ഒരാൾ നിലവിളിക്കുകയാണ്, ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമേ. യേശു ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, കർത്താവ് നിങ്ങളോട് ചോദിക്കുക, കുഞ്ഞേ, നീ എന്തിനാ കരയുന്നത്? നിന്റെ കരച്ചിന്റെ ശബ്ദം കർത്താവിന്റെ കാതുകളിൽ ധ്വനിക്കുക. നീ എന്തിനാ കരയുന്നത്? നിന്റെ വിഷയം എന്താ? നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നു, കുഞ്ഞേ, നീ എന്തിനാ കരയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരച്ചിനെ കണ്ടിട്ട് മറികടന്നു പോകുന്ന ഒരു ദൈവ
ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ കരച്ചിന്റെ ശബ്ദം കർത്താവിന്റെ കാതുകളിൽ ധ്വനിക്കുമ്പോൾ കർത്താവ് അവിടെ നിൽക്കും. നിന്ന് അവനെ ആ സാവനെ വിളിക്കുക എന്ന് കർത്താവ് പറയുവാൻ ശക്തന നമ്മുടെ കർത്താവ്. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തന്നിട്ട് പോകുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഹാഗറിന്റെ നിലവിളി, കുട്ടിയുടെ കരച്ചിലും എന്റെ പ്രിയരെ കർത്താവിന്റെ ആ കാതുകളിൽ ധ്വനിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു, ഹാഗറിനെ വിളിക്കുന്നു. ഹാഗറേ, നീ നിലവിളിക്കുന്നത് എന്ത്? ഓ ജീസസ്, ഹല്ലേലൂയ. ഹാഗറേ, നീ നിലവിളിക്കുന്നത് എന്ത്? നീ എന്തിനാ ഹാഗറേ കരയുന്നത്? കുട്ടി കിടക്കുന്ന ഇടത്ത് ഒരു പുത്തൻ നീരുറവയെ ഞാൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ആമേൻ പറഞ്ഞുകൊണ്ട് അല്ലേ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? ഗ്ലോറി. കണ്ണീരിനെ കണ്ടിട്ട് മറികടന്നു പോകാത്തൊരു ദൈവം. ഹല്ലേലൂയ. കുഞ്ഞേ, നീ ഭാരപ്പെടേണ്ട. നിന്റെ ഏത് വിഷയമായിരുന്നാലും, ഒരു പക്ഷേ നീ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുകയായിരിക്കാം, കടബാധ്യതകളാൽ നീ ഭാരപ്പെടുകയായിരിക്കും, ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടി നീ ഭാരപ്പെടുകയായിരിക്കും, എത്ര പ്രാർത്ഥിച്ചിട്ടും ആത്മാക്കൾ വരുന്നില്ലല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടുകയായിരിക്കാം. ഒരു പക്ഷേ നീ പുതിയ ഒരിടത്ത് അല്ലെങ്കിൽ നീ ഒരു ആലയം കെട്ടി അവിടെ നീ ആരാധന ആരംഭിച്ചു, പക്ഷേ 1 വർഷമായി 2 വർഷമായി ഒരു വിശ്വാസി പോലും വരുന്നില്ലല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടുകയായിരിക്കാം. കർത്താവ് ഇന്ന് ഹല്ലേലൂയ നിന്റെ നിലവിളിക്ക് മറുപടി തരുന്ന ദിവസമാണ്. കർത്താവ് നിന്റെ കരച്ചിലിന് മറുപടി തരാൻ പോകുക. ഹല്ലേലൂയ. വേണ്ടുവോളം കൊടുക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേണ്ടുവോളം കൊടുക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വിട്ടു പോരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നീ എന്തിനാ കരയുന്നേ? വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞേ, യേശു നിന്നോടാ ചോദിക്കുന്നത്. അടുത്തിരിക്കുന്നവരോടൊന്ന് പറ, യേശു ചോദിക്കുന്നേ, എന്തിനാ നീ കരയുന്നത്? പറഞ്ഞാട്ട് ഉറക്കപ്പറ, നിന്റെ വിഷയം എന്താ? നീ ഏത് വിഷയത്തിലാ നീ ഭാരപ്പെടുന്നത്? കുഞ്ഞേ, കർത്താവ് ചോദിക്കുക, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുരാത്മാവ് എന്റെ കുടുംബത്തോട് പോരാടി എന്നെ തകർത്തു. പുരുഷാരമെല്ലാം ചിരിക്കുമ്പോഴും ഞാൻ കരയുകയാ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? ബഹുപുരുഷാരം അട്ടഹസിക്കുക, ചിരിച്ച് അവർ സന്തോഷത്തോടെ പോകുമ്പോഴൊക്കെ എന്റെ ഉള്ളം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയ ദൈവ പൈതൽ, ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ, പുരുഷാരത്തിന്റെ ആരവാരത്തിലോ ചിരിയിലോ ഒന്നുമല്ല യേശുവിന്റെ ശ്രദ്ധ പോയത്. പ്രൈസ് ദി ലോർഡ്. യേശു ശ്രദ്ധിച്ചത് ആ പുരുഷാരത്തെ കണ്ടുകൊണ്ടൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതാ, അല്ലെങ്കിൽ നീ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണോ? നീ തനിച്ചിരുന്ന് കരയുകയാണോ? നീ സഹോദരി, നീ ഏകയായി നീ നിലവിളിക്കുകയാണോ? അതാണ് കർത്താവ് കാണുന്നത്. കർത്താവിന്റെ ശ്രദ്ധയിൽ അതാണ് പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പുരുഷാരത്തിന്റെ നടുവിൽ ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുന്നവന്റെ ആ നിലവിളി ശബ്ദം എന്റെ യേശുവിന്റെ കാതിൽ ധ്വനിക്കുകയുണ്ടായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ശ്രദ്ധ അവിടെ ഉണ്ടായി. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നീ തനിച്ചാണോ എന്ന ഹല്ലേലൂയ നീ തനിച്ചാണോ എന്നുള്ള ഒരു ചിന്ത നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണോ? നീ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണോ? യേശു നിന്നെ ശ്രദ്ധിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു, വാ എന്റെ അരികിലേക്ക് വാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ പോറ്റുന്ന ദൈവമാ, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. ഗ്ലോറി. ഹല്ലേലൂയ. ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു സഹോദര. ഹല്ലേലൂയ. യേശു ചോദിക്കുന്നു, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രതികൂലം, പ്രതിസന്ധി നീ തരണം ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് കഷ്ടതയുടെ ജീവിതമാ, കഷ്ടതയുടെ മാർഗമായി. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുയരുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ, കുഞ്ഞേ, നീ അധൈര്യപ്പെട്ട് മാറി നിൽക്കരുത്. കർത്താവ് നിന്നോട് ചോദിക്കുക, നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ കരയുന്നത്? ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പ്രിയം വെച്ചിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നിലവിളിക്ക് മറുപടിയുണ്ട്, കരച്ചിലിന് മറുപടിയുണ്ട്. നിന്റെ വിഷമങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ മാറും. ഹല്ലേലൂയ. എന്താ ചെയ്യേണ്ടത്? യേശുവേ, വിളിച്ചാട്ട് ഇരിക്കുന്ന ഇടത്തൊന്ന് വിളിച്ച് ഒന്ന് വതരം തുറന്ന് ഒന്ന് ദൈവത്തെ വിളിച്ചാട്ട്. എന്റെ പ്രിയ
പ്രിയരെ, യേശുവേ അങ്ങനോട് സംസാരിക്കണമപ്പ, അങ്ങനോട് ഇടപെടണമപ്പ, എന്റെ കഷ്ടങ്ങളെ കർത്താവ് മാറ്റി തരണമേ എന്ന് ഒന്ന് നിലവിളിച്ചത് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കും. മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലതെന്ന് വചനം വ്യക്തമാക്കുന്നു. ദൈവ പൈതലേ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം വചനം നമ്മെ ഉറപ്പിക്കുകയാണ്. അതിന് ഒരു നല്ല തീരുമാനം എടുക്കുവാൻ എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് തീരുമാനിക്കുവാൻ കഴിയും? കർത്താവേ, അത് ഏത് പ്രയാസം വന്നാലും ശരി, എന്ത് വിഷയങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായാലും എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറയും, എന്റെ അപ്പനോടല്ലാതെ മറ്റാരോടും ഞാൻ പറയുകയില്ല. ഞാൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. എത്ര പേർക്ക് ഹാലലുയ സമർപ്പിക്കുവാൻ കഴിയും? പ്രിയരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. തീരുമാനങ്ങൾ, പ്രതിഷ്ഠകൾ നമ്മൾ എടുക്കേണ്ടുന്ന ഒരു നല്ല സന്ദർഭം കൂടിയാണിത്. പ്രിയരെ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച, നിലവിളിച്ച ചിലരെ കൂടി നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നു പോകാം. മാർക്ക് എഴുതിയ സുവിശേഷം 3-ാം അധികാരം, മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെ കാണുന്നു. അവിടെ കാണുന്നത് ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ശബത്തിൽ സിനഗോഗിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്നവിടെ വ്യക്തമാക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്റെ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട കൈയുള്ളവരാ. അതാണ് അതിന്റെ അർത്ഥം. ആമേൻ. ആ വരണ്ട കൈയുള്ള മനുഷ്യനൊഴികെ ബാക്കിയുള്ളവർ, അവിടെ കടന്നു വന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കരങ്ങൾ ഉള്ളവരാ, കൈയുള്ളവരാ. എന്നാൽ അവൻ ഒരുത്തൻ മാത്രം വരണ്ട കൈയുള്ള മനുഷ്യനായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൗന്ദര്യമുള്ള മോതിരമിട്ട കൈ ഒന്നും അല്ല. എന്റെ പ്രിയരെ, കർത്താവിന്റെ ശ്രദ്ധയിൽ പെട്ടത്. ക്രൈസ്തവരോട് ആമേൻ പറയാമോ? എന്താ ആമേൻ കുറഞ്ഞു പോകുന്നുണ്ടല്ലോ, മനസ്സിലാകുന്നില്ലേ? എന്റെ പ്രിയരെ, ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. വെളുപ്പിലോ ചകപ്പിലോ ഒന്നും അല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പഠിപ്പോ അന്തസ്തോ അഭിമാനമോ ഡിഗ്രീസോ പ്രോപ്പർട്ടീസോ ജാതി മഹത്വമോ കുലമഹിമയോ ഒന്നും കണ്ടല്ല കർത്താവ് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ തനിച്ചിരുന്ന് കരയുകയാണോ? നീ ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുകയാണോ? യേശു നിന്നെ ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചെറിയ പ്രാർത്ഥന പോലും കർത്താവ് അവഗണിക്കുന്ന ദൈവമല്ല, മറിച്ച് കർത്താവ് അതിനെ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരണ്ട കൈയുള്ള മനുഷ്യനെയാ കർത്താവ് ശ്രദ്ധിച്ചത്. യേശു അവനെ തൊട്ടു, അവൻ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ബെഥെസ്ദ കുളക്കരയിലേക്ക് നമുക്കൊന്ന് പോകാം. എന്റെ പ്രിയരെ, അനേക ജാതിസ്ഥർ കിടക്കുന്ന ഒരു പ്രത്യേകതയുള്ള കുളമായി ഇവിടെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. ഇറങ്ങി വന്ന് കുളത്തെ, ആ വെള്ളത്തെ കലക്കുമ്പോൾ ഫസ്റ്റ് ഇറങ്ങുന്ന ഏത് വ്യാധിസ്ഥനായിരുന്നാലും അവൻ സൗഖ്യം പ്രാപിക്കും, അവൻ വിടുതൽ പ്രാപിക്കും. എന്നാൽ വർഷങ്ങളായി, 38 വർഷമായി ഒരു മനുഷ്യൻ അവിടെ കിടന്നിട്ട് തനിക്ക് ആ കുളത്തിൽ ഇറങ്ങുവാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തനിക്ക് ആ കുളത്തിലേക്ക് ആ ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ അത് ഇറങ്ങുവാനായിട്ട് സാധിച്ചില്ല. അവന്റെ അവസ്ഥയെ കണ്ട്, അവന്റെ കണ്ണുനീരിനെ കണ്ടിട്ട്, അവനെ കണ്ടുകൊണ്ട് കർത്താവ് അവന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ, പ്രിയരെ, കർത്താവിന്റെ ശ്രദ്ധയിൽ ആ 38 ആണ്ട് കുളക്കരയിൽ കിടന്ന മനിതനെ പാർക്ക്, ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, കാണുവാനായിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. കർത്താവ് അവിടെ ഇറങ്ങി വന്ന യേശു മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, യേശുവേ, ദൂതൻ കുളം കലക്കുമ്പോ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഇന്നത്തെ പലരും ഇങ്ങനെയൊക്കെയാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, കർത്താവ് നിന്നോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നതിന് മറുപടി പറയണം. അത് വിട്ടിട്ട് അവിടെ ഇവിടെ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയരുത്. കർത്താവ് നിന്നോട് ചോദിക്കുന്നത്, എന്തിനാ നീ കരയുന്നത്? അതിനുള്ള മറുപടി പറയണം. എന്നാൽ ഇവിടെ ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന മനിതനോട് കർത്താവ് ചോദിച്ചത്, യേശു ചോദിച്ചത് എന്താണ്? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. അവൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, യേശുവേ, ദൂതൻ കുളം കലക്കുമ്പോൾ, ഓരോ ദൂതൻ കുളം കലക്കുമ്പോൾ എന്നെ കുളത്തിലേക്ക്
അരികിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, നിന്റെ കിടക്ക എടുത്ത് നടക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കിടക്ക എടുത്ത് നടക്കാം. പ്രിയ ദൈവ പൈതലേ, ഞാൻ അനാഥയാണ്, ഞാൻ ആരുമില്ലാത്തൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്റെ കഷ്ടങ്ങളെ മാറ്റുവാൻ, എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി സംസാരിക്കുവാൻ, എനിക്കൊരു ഒരു ആറുതൽ അഥവാ ഒരു സപ്പോർട്ടിന് എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുകയാണോ? കുഞ്ഞേ, നീ ലോകത്തിന്റെ മുക്കിനും മൂലയിലോ എവിടെ ഇരുന്നാലും ശരി, യേശു നിന്നെ ഹല്ലേലൂയ കാണുന്നു. യേശുവിന് നിന്നെ സഹായിക്കണമെന്നുണ്ട്. കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാ. നീ നിലവിളിക്കുമ്പോൾ, നീ ഉറക്ക നിലവിളിക്കുമ്പോൾ, യേശുവേ എന്ന നീ കരയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ഹല്ലേലൂയ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഭാരപ്പെടേണ്ട. വിടുവിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിനാണ് നിങ്ങൾ ഞാനും ആശ്രയിക്കുന്നത്. നമ്മുടെ അപ്പൻ സമ്പന്നന, ശ്രേഷ്ഠ പിതാവ. എന്റെ പ്രിയരെ, നമ്മുടെ കർത്താവിന് കഴിയുമെന്നേ നമ്മുടെ അപ്പന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നും ഇല്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. വിശ്വാസത്തോടുകൂടി വചനത്തെ ഏറ്റെടുത്താട്ട് എന്റെ വാക്കുകൾക്ക് ഞാനൊരു വിരാമം കുറിക്കാൻ പോകുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, യേശു ദേവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനേകം സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ആരെയും യേശു ശ്രദ്ധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ കർത്താവിന്റെ ശ്രദ്ധയിൽ പെട്ടത് കൂനിയായ ഒരു സ്ത്രീയ. ഹല്ലേലൂയ. കൂനിയായ ഒരു സ്ത്രീയെ കർത്താവിന്റെ ശ്രദ്ധയിൽ പെട്ടു. അവളുടെ രോഗബന്ധനത്തെ യേശു അഴിച്ചു. എന്നിട്ടോ ക്ഷണത്തിൽ അവൾ വിടുതൽ പ്രാപിച്ചു എന്ന വചനം വ്യക്തമാക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഭൂരിപക്ഷത്തിനിടയിൽ കൂട്ടത്തിൽ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കരച്ചിലിന്റെ ശബ്ദം എന്റെ യേശു ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. മകനേ, മകളെ, നീ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണോ? യേശുവിന്റെ അരികിലേക്ക് വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വിഷയം എന്ത് തന്നെ ആയിരുന്നാലും ഹല്ലേലൂയ, യേശുവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷേ നീ രോഗത്താൽ ബാധിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാവാം. നിന്നെ രോഗം കാരണമായി നിന്നെ ഒതുക്കി തള്ളി നീ ഹല്ലേലൂയ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലൂടെ നീ ആയിരിക്കാം. എന്നാൽ കുഞ്ഞേ, യേശുവിന്റെ കരം തട്ടാൽ നീ സൗഖ്യമാകും. യേശുവിന്റെ വാക്ക്, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ നീ സൗഖ്യം പ്രാപിക്കും. ഓ ജീസസ്. ഹല്ലേലൂയ. ഒരു പക്ഷേ നീ കടബാധ്യതകളാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാവാം. ജീവിതത്തിൽ മുന്നേറ്റമില്ല എന്ന് വിചാരിച്ച് എനിക്ക് ഒരു തരത്തിലും എന്റെ കടനെ അടച്ചു നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് നീ ഭാരപ്പെടുകയാണോ? യേശുവിന്റെ അരികിലേക്ക് വാ. നിന്റെ വിഷയത്തെ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. മത്സ്യത്തിന്റെ വയറ്റിലും ദ്രഹ്മപ്പണത്തെ സൂക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. വിശ്വാസത്തോടുകൂടെ ആ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. സമാധാനമില്ലാത്ത അവസ്ഥയിൽ കൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയാണോ? നീ അധൈര്യപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിന്റെ ദുഃഖം മാറും, നിന്റെ പ്രശ്നം മാറും, നിന്റെ പ്രയാസങ്ങൾ മാറും. നിന്റെ ഹല്ലേലൂയ ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഒറ്റയ്ക്ക് കരയുന്നവിടെ കരച്ചിലിട വിലയുണ്ട് എന്റെ പ്രിയരെ, മറുപടിയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കറിയാം ഹല്ലേലൂയ, നൈൻ പട്ടണത്തിലേക്ക് നമ്മളൊന്ന് പോകാൻ എനിക്ക് വിവരിക്കാൻ സമയമില്ല. നൈൻ പട്ടണത്തിലെ ആ വിധവയുടെ മകൻ മരണപ്പെട്ടു. ശവമഞ്ചല എടുത്തുകൊണ്ട് ചിലർ പാടിയും ആടിയും ആ അട്ടഹസിച്ചും ശബ്ദമുണ്ടാക്കിയും ഒക്കെ ശവമഞ്ചല എടുത്തുകൊണ്ട് ആ യുവാവിനെയും കൊണ്ട് വരികയാ. എന്നാൽ ഹല്ലേലൂയ, നൈൻ പട്ടണത്തിന്റെ എൻട്രൻസിൽ ഹല്ലേലൂയ യേശു കർത്താവ് തന്റെ ശിഷ്യങ്ങളോടൊപ്പമായി നിൽക്കുകയാ. എന്റെ പ്രിയരെ, മരിച്ചവൻ, ജീവൻ നഷ്ടപ്പെട്ടവനെ പട്ടണത്തിന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ ഹല്ലേലൂയ, ദൈവ പൈതലേ, നീ ചിന്തിക്കണം. ജീവദായകൻ, ജീവനെ കൊടുക്കുവാൻ കഴിവുള്ളവൻ ഇതാ എൻട്രൻസിൽ നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരും ശ്രദ്ധിച്ചു. പക്ഷേ കർത്താവിന്റെ ശ്രദ്ധയിൽ പെട്ടത് ആ വിധവയുടെ, ആ മാതാവിന്റെ കരച്ചില. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ സ്ത്രീയെ തൊട്ടു. എന്നിട്ട് ഹല്ലേലൂയ, കരയേണ്ട എന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കർത്താവ് ശവമഞ്ചലെ തൊട്ടിട്ട് കർത്താവ് പറഞ്ഞു, യൗവനക്കാരായി എഴുന്നേൽക്ക. മരിച്ചവൻ എഴുന്നേറ്റിരിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. നമുക്ക് ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർപ്പിച്ചുണ്ട്, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നീ കരഞ്ഞാൽ നിനക്ക് വിടുതലുണ്ടാകും, നീ നിലവിളിച്ചാൽ നിനക്ക് വിടുതലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിധവയുടെ കണ്ണുനീരെ കണ്ടവൻ, വിധവയുടെ കരച്ചിലിന് മറുപടി തന്ന ദൈവം നമ്മുടെ ഈ കരച്ചിലിന് മറുപടി തരുവാൻ അവൻ സർവശക്തനാണ്. ആരെല്ലാം ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുവാൻ, ആരെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് നിലവിളിക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ ഹല്ലേലൂയ സമർപ്പിക്കപ്പെടുന്നു. ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കരച്ചിലിന്
വെച്ചിരുന്ന ദൈവസന്നിധിയിൽ വെച്ചിരുന്ന ആ വിഷയത്തിന് നിനക്ക് മറുപടി ഉണ്ടാകും. വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്ക ദൈവ പൈതലെ. കർത്താവ് വചനങ്ങളാൽ എല്ലാവരും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ കേട്ടത് ഈ വചനത്തിന് മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന പച്ച ആരെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഈ പ്രാർത്ഥനയുടെ സമയത്ത് സമർപ്പിക്കപ്പെടുന്നു, അവരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ വിഷയത്തിൽ ഒരു മറുപടി ഉണ്ടാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വചനം ഘോഷിപ്പാൻ അടിയനെ ബലപ്പെടുത്തിനായി സ്തോത്രം. വചനം കേട്ടവർക്കായി സ്തോത്രം. വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. ഈ പേജിനെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണം. ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു തരുന്നു. സകലത ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവമായ കർത്താവ് അടിയനെ ഒരുക്കി തന്നു. ഞാൻ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു. മാത്രമല്ല ദൈവമക്കളെ, അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അത് ബുധനാഴ്ച രാത്രി 9 മണിയായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെ എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന എന്റെ മാന്യ പ്രേക്ഷകർക്കുള്ള നന്ദി അറിയിക്കുന്നു. മാത്രമല്ല റോസ് ഫാമിലി, എന്റെ പേജിന്റെ, എന്റെ ഗ്രൂപ്പിന്റെ, എന്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒക്കെ എന്റെ അഡ്മിന്മാർ, എന്റെ മെമ്പേഴ്സ്, എന്റെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണം പേജിനോട് വെക്കുകയാണ്. നാളെ ദിനം, അതായത് റോസ് ഫാമിലി എന്ന എന്റെ പേജിന്റെ 2nd ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ് നാളെ. പ്രത്യേകിച്ച് തിങ്കളാഴ്ച മുതൽ നടന്നു വരുന്ന പ്രത്യേകിച്ചുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നും ഇപ്പോൾ കൃത്യം 5:30 ഒരു സ്പെഷ്യൽ ലൈവ് ഉണ്ട്. അതുപോലെ തന്നെ നാളെ ദിനത്തിൽ റോസ് ഫാമിലി FB പേജിൽ കൃത്യം 4 മണിക്ക് ഈ അടിയന്റെ മെസ്സേജോടുകൂടെ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഞാൻ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, മാത്രമല്ല കർത്താവിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി പോരാടുവാൻ നമുക്ക് ഒരുമിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് എന്ന ഒരു അക്കൗണ്ടും റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്ന 2ാമത് അക്കൗണ്ടും, അങ്ങനെ 2 അക്കൗണ്ട് യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ദിനംതോറുമുള്ള ആത്മീക മന്ന ബ്രദറെ ഷിനു സിസ്റ്റർ നമ്പർ എന്നിട്ടേക്കണേ. ജോമോൻ ബ്രദർ നമ്പർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് സിസ്റ്റർ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ കടന്നു വരിക, നിങ്ങൾ ശുശ്രൂഷകളെ മാനിക്കുക. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ന്യായപ്രമാണം പേജിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് എത്ര പേർക്ക് പുതുവർഷം ലഭ്യമാകുന്നു എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും 24ാം ആണ്ടിന്റെ അവസാനം നിമിഷത്തിലാണ് നിങ്ങൾ ഞാനും ഒക്കെ എത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. നമ്മുടെ പോക്കിലും വരത്തിലും കൂടെയുള്ള ദൈവം സർവശക്തനാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.